CPM നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പ്രായപരിധിയില്ലെന്ന് സീതാറാം യെച്ചൂരി. പ്രായം മറന്ന് പ്രവർത്തിക്കുന്ന BS-ൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. BS പ്രചാരണം നടത്തിയത് പാർട്ടി താൽപര്യപ്രകാരമെന്നും യെച്ചൂരി. കോളേജുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ ഇങ്ങനെയൊരു രീതിയില്ലെന്നും അബ്ദുറബ്ബ്. ദിനു എന്ന വിദ്യാർത്ഥിക്കെതിരായ നടപടി ഫാറൂഖ് കോളേജ് പിൻവലിക്കണമെന്ന് MA ബേബി. ഫാറൂഖ് കോളേജിനെ അപമാനിക്കാൻ ഹിന്ദു വർഗീയവാദികൾ നടത്തുന്ന ശ്രമം ചെറുക്കപ്പെടണമെന്നും ബേബി. സൗമിനി ജെയിൻ കൊച്ചി മേയറാകും. കണ്ണൂരിൽ കോൺഗ്രസിന് വഴങ്ങാതെ വിമതൻ PK രാഗേഷ്. തിരുവനന്തപുരം മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള CPM-CPI തർക്കം പരിഹരിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ LDF-നെ പിന്തുണക്കുമെന്ന് BJP. പിന്തുണച്ചാൽ രാജിവെക്കുമെന്ന് CPM. ശബരിമല മാസ്റ്റർ പ്ലാനിനെതിരെ പുതിയ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ രംഗത്ത്. മാസ്റ്റർ പ്ലാനിൽ പ്രകൃതിക്കല്ല ശബരിമലയ്ക്കും ഭക്തർക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത്. ഭാവിയിൽ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് നിലവിലുള്ളത്. ഇത് ശബരിമലയുടെ ചരിത്രത്തിനും വികസനത്തിനും യോജിച്ചതല്ലെന്നും അജയ് തറയിൽ പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. മീഡിയ വൺ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാൻ പദ്ധതിക്കെതിരെ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ വിമർശനം ഉന്നയിച്ചത്. അത് ബേസിക്കായി ഫോറസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. ശബരിമലയിൽ വരുന്ന തീർത്ഥാടകരെയും ശബരിമലയെയും ഉന്നതി എത്തിക്കാൻ കഴിയുന്നതിനേക്കാളപ്പുറത്തേക്ക് നാളുകളിൽ ഫോറസ്റ്റിൻ്റെ സേഫ്റ്റി, ഫോറസ്റ്റിൻ്റെ എക്കോളജി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ ചരിത്രത്തിനും വികസനത്തിനും അനുകൂലമായുള്ള മാസ്റ്റർ പ്ലാനാണ് വേണ്ടത്. അല്ലാതെ പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടിയായാൽ അത് ഗുണം ചെയ്യില്ലെന്നും അജയ് തറയിൽ പറഞ്ഞു. നിലവിലെ ക്യൂ കോംപ്ലക്സ് ഉയർത്തി തിരുമുറ്റത്തിനൊപ്പത്തിനാക്കണമെന്നും തിരിച്ചിറങ്ങുന്ന ഭക്തർക്കായി പുതിയ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നും അജയ് തറയിൽ പറഞ്ഞു. കൂടാതെ കോടികൾ മുടക്കി നിർമ്മിച്ച ബെയിലി പാലം ആർക്കും ഗുണം ചെയ്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് കൊണ്ടുവന്ന മാസ്റ്റർ പ്ലാൻ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് പുതിയ ദേവസ്വം ബോർഡ് അംഗം പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സജീവ ചർച്ചയാകുമെന്നതിൽ സംശയമില്ല. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ വൺ, സന്നിധാനം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ശ്രീ CK ഗുപ്തൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ CR നീലകണ്ഠൻ പരിസ്ഥിതി പ്രവർത്തകൻ കൊച്ചി സ്റ്റുഡിയോയിൽ. R ഷാജി ശർമ്മ, അദ്ദേഹം ദേവസ്വം പെൻഷനേഴ്സ് കോൺഫെഡറേഷന്റെ നേതാവാണ്. ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ മുൻ പ്രസിഡന്റുമാണ്. അദ്ദേഹം കൊല്ലം സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ അജയ് തറയിലിനെ ഞങ്ങൾ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടങ്ങളിൽ എത്തുന്ന തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളാണ് അവിടെ ഉണ്ടാകേണ്ടത്. അല്ലാതെ പ്രകൃതി സംരക്ഷണമാകരുത് അതിൻ്റെ മുഖ്യ കർത്തവ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ പുതുക്കി പണിയണം എന്ന അജയ് തറയിലിൻ്റെ നിലപാട് ശരിയായ രീതിയിലുള്ളതല്ലേ? അതല്ലേ നടപ്പാക്കേണ്ടത്? അത് നിയമവിരുദ്ധം പോലുമാണ് എന്നതാണ് സത്യം. അത് ഒന്നാമത്തെ കാര്യം. ശബരിമല അയ്യപ്പൻ ഇരിക്കുന്നത് വനത്തിന് നടുക്കാണ്, അത് നഗരത്തിന് നടുക്കല്ല. അല്ലെങ്കിൽ അദ്ദേഹം കൊച്ചിയിലോ കൊടുങ്ങല്ലൂരോ വന്നിരിക്കുമായിരുന്നു. വളരെ ശാന്തസുന്ദരമായ വനത്തിന് നടുക്ക് ജീവിക്കണം എന്നാണ് അയ്യപ്പൻ്റെ ആഗ്രഹം എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ നിയമമുണ്ടല്ലോ, വനഭൂമി മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് വനത്തിന് നാശമുണ്ടാക്കാത്ത തരത്തിലായിരിക്കണമെന്ന് കൃത്യമായി കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അതിന് നിയമമുണ്ട്. ഈ രാജ്യത്ത് വനനിയമമുണ്ട്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിരവധി കേസുകളുണ്ട്, ഗോദവർമ്മൻ അടക്കമുള്ള. അങ്ങനെയുള്ള കാര്യങ്ങളിരിക്കുമ്പോൾ തീർത്ഥാടകരുടെ ആവശ്യത്തിന് വേണ്ടി വനത്തിന് എന്ത് നാശം സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് എന്ന് ഞാൻ ആദ്യം പറയുക. അത് നിയമവിരുദ്ധം മാത്രമല്ല, അത് ഭക്തിവിരുദ്ധവുമാണ്. കാരണം അയ്യപ്പന് വേണ്ടിയിട്ട് അവിടെ വനം മുഴുവൻ കളഞ്ഞാൽ വനമില്ലാത്തൊരു സ്ഥലത്ത് ശബരിമല പാടില്ല. മൂന്നാമത്തെ കാര്യം, ആ വനം പോയാൽ ഇന്ന് ശബരിമല എന്നല്ല കേരളത്തിൻ്റെ തന്നെ ആവാസ വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. പമ്പയിലെ വെള്ളം ശബരിമല അയ്യപ്പൻ്റെ വെള്ളം മാത്രമല്ല, പമ്പ താഴേക്ക് ഒരുപാട് പേർക്ക് മനുഷ്യജീവനെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും തീർത്ഥാടകർക്ക് മാത്രമായിട്ട് പമ്പ പറ്റുമോ? പ്രശ്നം അതല്ല. പ്രശ്നം മാസ്റ്റർ പ്ലാൻ ഞാൻ വായിച്ചിട്ടില്ല. എന്തായാലും മാസ്റ്റർ പ്ലാനിൽ ഊന്നൽ ഇങ്ങനെയാണ് നൽകിയിട്ടുള്ളതെങ്കിൽ വനത്തിനാണ് പ്രാധാന്യം നൽകിയതെങ്കിൽ അത് കറക്റ്റാണ്. കാരണം അവിടെ ഉള്ള സ്ഥലം ഉപയോഗിച്ച് ഇപ്പം തന്നെ 25 ഹെക്ടർ വനം ഇതിനു വേണ്ടി ശബരിമലയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ വനഭൂമി പരമാവധി നശിപ്പിക്കാതെ
പരമാവധി ആളുകൾക്ക് അവിടെ സൗകര്യം കൊടുക്കുന്ന തരത്തിൽ ഉള്ള സൗകര്യം വേണം. അവിടെ മര്യാദയ്ക്ക് ടോയ്ലറ്റ് പോലും ഉണ്ടാക്കാൻ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ പമ്പാ നദി മലിനമാക്കുന്നു, മുഴുവൻ മലിനമാക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ മാസ്റ്റർ പ്ലാനിന്റെ പ്രശ്നമായിരുന്നില്ലല്ലോ. നമ്മുടെ ദേവസ്വം ബോർഡുകൾ അക്കാര്യത്തിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണേ. ഈ അവിടെ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുക, കുറെ കെട്ടിടം പണിയുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ചില ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചത് നന്നായില്ല. ശരിയായിരിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് ഏത് ഇതെന്നുള്ളതല്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന വികസന പദ്ധതികൾ പ്രത്യേകിച്ചും വനം പോലെയുള്ള ഒരു ഇതിനകത്ത് ചെയ്യാൻ പാടില്ല. മറിച്ച് തീർത്ഥാടകരുടെ സൗകര്യം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അതുപോലെ തന്നെ പ്രധാനമാണ് വനത്തിന്റെ സംരക്ഷണവും. രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കണം. വനം നശിപ്പിച്ചുകൊണ്ട് ശ്രീ സി കെ ഗുപ്തൻ, ശബരിമല മാസ്റ്റർ പ്ലാനിൽ വികസന പ്രവർത്തനങ്ങൾക്ക് എന്ന് വെച്ചാൽ തീർത്ഥാടകർക്ക് ഉള്ള സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകി മാസ്റ്റർ പ്ലാനിൽ മാറ്റം വരുത്തണം. ഇപ്പോഴത് വനം സംരക്ഷിക്കുക എന്ന നിലയിലേക്കാണ് ഉള്ളത് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ഈ മാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചത്. അത് വളരെയധികം പ്രഷർ എൻ്റെ പേർക്ക് ഉള്ളത് കാരണമാണ് അത് ഞാൻ സമ്മതിക്കേണ്ടി വന്നത്. ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ജസ്റ്റിസ് പരിപൂർണൻ എന്ന് പറയുന്നൊരു കക്ഷിയാണ്. അങ്ങനെ ഈ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജസ്റ്റിസാണ്. അദ്ദേഹം അവിടെ പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അദ്ദേഹത്തിന് വേറെ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. ഈ കോടതിയാണല്ലോ കയറി ഇടപെടുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ കോടതി ഇടപെടുക, ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും കയറി ഇടപെടുക. അത് ഈ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇടപെടുന്നുള്ളൂ. അതല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആ മാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഞാൻ നിർബന്ധിതനായി പോവുകയാണുണ്ടായത്. വെച്ച് കഴിഞ്ഞാൽ ഞാനതിൽ ഒരു ഡിസെൻഡിങ് നോട്ട് തന്നെ വേണോ എന്ന് സംശയിച്ചിരുന്നു അന്ന് ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ. ഇതിൽ പ്രകൃതി ഇപ്പോൾ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ പ്രകൃതിയായിട്ട് യാതൊരു കുഴപ്പമില്ലാത്ത വിധത്തിലാണ് അത് മാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചത്. അതിൽ ഈ 25 ഏക്കറൊന്നും ഇല്ല, എടുത്തിട്ടൊന്നുമില്ല. അത് വെറുതെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളൂ. 25 ഏക്കറൊന്നും അത് എടുത്തിട്ടില്ല. പിന്നെ ഈ ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള, ഞാൻ അജയ് തെറയിൽ പറഞ്ഞതിന് 100% അനുകൂലമാണ്. കാരണം ഈ പ്രകൃതിക്ക് യാതൊരു കുഴപ്പമുണ്ടാവാത്ത വിധത്തിൽ തന്നെ അവിടെ ഈ തീർത്ഥാടകർക്ക് ആവശ്യമുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാം. ഞാനന്ന് ചെയ്ത വേറെ ഒന്നുമില്ല, ആ പമ്പ എന്ന് പറയുന്നത് ഇത്രയും മലിനമാക്കുന്നത്, ഇങ്ങനെ ഒരു മലിനമാക്കുന്ന രീതിയിൽ ഹ്യൂമൻ എന്താ പറയുക, അത് കണ്ട സഹിക്കില്ല. ആ രീതിയിലായിരുന്നു പമ്പ തകരാറ്. ആ പമ്പയൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതും വളരെ ദയനീയമായി പരാജയപ്പെട്ടു. വേറെ പല താല്പര്യങ്ങളാണ് അവിടെ വരുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് കോടതി, മറ്റൊരു ഭാഗത്ത് അങ്ങനെ പല പല ശക്തികളാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത് ഈ 1950 ഹിന്ദു റിലീജിയസ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട്, അത് ഓരോ സർക്കാർ വരുമ്പോഴും ആ സർക്കാരിന് അനുകൂലമായിട്ട് ചില അമെൻമെൻറ്റ്സ് വരുത്തും, ചില അവർക്ക് അനുകൂലമായിട്ട്. ഇതാണ് ഈ പ്രകടമായിട്ട് അതിൻ്റെ അലകും പിടിയും മാറിയാൽ മാത്രമേ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരു നിമിഷം താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം, താങ്കളിലേക്ക് തന്നെ വരാം. ശ്രീ അജയ് തറയിൽ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അജയ് തറയിൽ, ഇപ്പോഴത്തെ മാസ്റ്റർ പ്ലാൻ ഏത് വിധത്തിലാണ് പര്യാപ്തമല്ലാതിരിക്കുന്നത്? അത് വനസംരക്ഷണത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്, അത് പോരാ എന്ന് താങ്കൾ പറയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള മാറ്റമുണ്ടാക്കേണ്ടി വരില്ലേ മാസ്റ്റർ പ്ലാനിലടക്കം? ഇനി അങ്ങോട്ടുള്ള ഭാവി പരിപാടികളിലെല്ലാം അതുപോലുള്ളൊരു മാറ്റം ശബരിമല സംബന്ധിച്ച് വേണ്ടി വരില്ലേ? ഇത് ഞാൻ പറഞ്ഞതിന്റെയും അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളുടെയും തെറ്റുകളാണ് ഇവിടെ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ശബരിമലയ്ക്ക് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് അനുവാദം തന്നിട്ടുള്ള 65 ഏക്കർ ഭൂമിക്ക് അപ്പുറത്തേക്ക് ഫോറസ്റ്റിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടും
ഫോറസ്റ്റ് തീരുമാനത്തിന് അനുസരിച്ച് മാത്രമേ ശബരിമല ദേവസ്വത്തിൽ കൊടുത്താൽ മതി. അവിടെ വനഭൂമി സംരക്ഷിക്കാത്തതായ യാതൊരു പ്രശ്നവും ഉദിക്കുന്നില്ല. വർഷങ്ങളായി പണിതുപൊക്കിയ കെട്ടിടങ്ങളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് നിലക്കൽ ബേസ് ക്യാമ്പാക്കി മാറ്റുക. 21 കിലോമീറ്റർ പമ്പ, അത് കഴിഞ്ഞാൽ 6-7 കിലോമീറ്ററോളം മല ചവിട്ടി കയറേണ്ട ഒരു സ്ഥലത്ത് 21 കിലോമീറ്റർ അകലെ ഒരു ബേസ് ക്യാമ്പ് ആക്കി അവിടെ തീർത്ഥാടകരെ തടഞ്ഞ് വളരെ ലിമിറ്റഡ് നമ്പർ ആയിട്ടുള്ള തീർത്ഥാടകരെ മാത്രം മുകളിലേക്ക് കടത്തി വിടാവുന്ന ഒരു സ്കീം വരാൻ പോകുന്ന ഭാവിയിൽ നടപ്പാക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ്. അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മാസ്റ്റർ പ്ലാനിൽ വെച്ച് ധാരാളം പദ്ധതികളുണ്ട്. മാസ്റ്റർ പ്ലാനിന്റെ ബഹുഭൂരിപക്ഷ പരിപാടികളും വളരെ അനുകൂലമാണ്. പക്ഷെ ഇവിടെ ഇത് ശ്രീ അയ്യപ്പന്റെ പൂങ്കാവനമാണ്. അത് അയ്യപ്പൻ അർഹതപ്പെട്ടതാണ്. അയ്യപ്പനാണ് അത്. ഇവിടെ അതിനുശേഷമാണല്ലോ സർക്കാർ ഉണ്ടായത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായത്, ഫോറസ്റ്റ് നിയമങ്ങൾ ഉണ്ടായത്. അപ്പോൾ അയ്യപ്പനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്കല്ല പോകേണ്ടത്. മറിച്ച് ആ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പുണ്യക്ഷേത്രത്തെ കുറെ കൂടി വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്യുകയും ഫോറസ്റ്റിന് ഒരു കാരണവശാലും തൊട്ടു നോവിക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. അത് കടുവാ സങ്കേതമായി തുടർന്നുകൊള്ളട്ടെ. പക്ഷെ അവിടെ ജനങ്ങൾക്ക് വന്ന് പോകാൻ വേണ്ടിയും വെള്ളം കുടിക്കാൻ വേണ്ടിയും വന്ന് നിൽക്കാൻ വേണ്ടിയുമുള്ള മിനിമം റിക്വയർമെന്റ്സ് നൽകുന്ന കാര്യത്തിൽ മാത്രമാണ്. ഇതേക്കാൾ അവിടെയാണ് സംശയം വരുന്നത് ശ്രീ അജയ് തറയിൽ. ഇതേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു തീർത്ഥാടന കേന്ദ്രം, അതും വനത്തിന്റെ കേന്ദ്രത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലക്ക് അതിനുള്ള പരിപാവനത നഷ്ടപ്പെട്ടു പോവുകയല്ലേ ചെയ്യുക? എന്ന് വെച്ചാൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത്, അവിടെ ഇപ്പോൾ സൗകര്യം കൂടുതൽ വേണമെന്ന് കരുതിയല്ലോ തീർത്ഥാടകർ വരുന്നത്. അസൗകര്യങ്ങളിലൂടെ നടന്ന് ഈ വിശ്വാസത്തിന്റെ ബലത്തിൽ അങ്ങോട്ട് എത്തുക എന്നതൊക്കെയാണല്ലോ ആളുകളുടെ ഉള്ളിലിരിപ്പ്. അതുകൊണ്ട് അവിടെ ഇപ്പറയുന്ന മിനിമം സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോലും ശ്രമിക്കേണ്ടതുണ്ടോ? തീർത്ഥാടനം സുഗമമാക്കാനുള്ള കാര്യങ്ങൾ നടപ്പാക്കുക എന്നതല്ലാതെ വനസംരക്ഷണം തന്നെ ആയിരിക്കണം മുഖ്യം എന്ന നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? ശബരിമലയിലേക്ക് തീർത്ഥാടനം വരണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? പരമാവധി തീർത്ഥാടകരെ ശബരിമലയിലേക്ക് വരുത്താൻ കഴിയുകയും അവർക്കുള്ള എല്ലാ അമ്യൂണിറ്റീസും എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്താൽ മാത്രമാണ് ഇവിടെ അയ്യപ്പ ഭക്തന്മാർക്ക് വരാനും തങ്ങാനും ഇവിടെ വന്ന് അവരെ ദക്ഷിണത്തിൽ പോകാനും കഴിയുന്നു. ഇപ്പോൾ നീണ്ട ക്യൂവും പ്രശ്നവും വന്നിരിക്കുന്നു. അതുകൊണ്ട് അയ്യപ്പന്മാർ വരണ്ട എന്ന വാദഗതി ഉയർത്താൻ കഴിയുമോ? ഞങ്ങൾ ആരും ഫോറസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷെ നിലക്കൽ അവസാനിപ്പിച്ചുകൊണ്ട് വരുന്ന ആളുകളിലുള്ള പ്രൊജക്ട് നിലക്കൽ ബേസ് ക്യാമ്പായി അവിടെ ആളുകൾ ക്യാമ്പ് ചെയ്തിട്ട് ഇവിടെ തൊഴാൻ വേണ്ടി മാത്രം ആളുകൾ വന്ന് തിരിച്ചു പോകുന്ന ഒരു ക്രമീകരണത്തെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല എന്ന ഒരു പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം ശ്രീ അജയ് തറയിൽ. താങ്കളെ ഞാൻ ടെലിഫോണിൽ അല്പസമയം കൂടെ പ്രതീക്ഷിക്കുന്നു. ശ്രീ ഷാജി ശർമ്മ, തീർത്ഥാടകരുടെ എണ്ണം കൂടി വരികയാണ് ഓരോ വർഷവും. അവർക്ക് സൗകര്യങ്ങൾ ആവശ്യമുണ്ട്, ആ സൗകര്യങ്ങൾ വേണം. എന്നാൽ ഒരു വനത്തിന്റെ കേന്ദ്രത്തിലുള്ള തീർത്ഥാടന കേന്ദ്രം എന്ന നിലക്ക് അതിന്റെ പരിപാവനത, ഈ വനം, അതിന്റെ പാരിസ്ഥിതികമായിട്ടുള്ള മൗലികത, ഇതൊക്കെ നിലനിർത്തുകയും വേണം. ഏത് വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നടപ്പാക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ ആണല്ലോ ഒരു പ്രധാന വിഷയം. ശബരിമല മാസ്റ്റർ പ്ലാൻ തുടങ്ങിയത് 2005-ലാണ്. ഈ 2005-ൽ തുടങ്ങിയ മാസ്റ്റർ പ്ലാനിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വരുന്ന 50 വർഷക്കാലത്തെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയണം എന്നുള്ള തരത്തിലാണ് മാസ്റ്റർ പ്ലാൻ വിഭാവന ചെയ്തിട്ടുള്ളത്. എന്നാൽ മാസ്റ്റർ പ്ലാനിൻ്റെ 2005 മുതലുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതിലും പാലങ്ങൾ നിർമ്മിക്കുന്നതിലും റോപ്പ് വേ പണി കഴിപ്പിക്കുന്നതിലും ഒക്കെയാണ് അവർക്ക് താല്പര്യം.
ഞാൻ പ്രധാനമായി പറയാം, ഈ മാസ്റ്റർ പ്ലാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി ശബരിമലയിലെ ഭക്തജനങ്ങളുടെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ തിരക്ക് കൂടുമ്പോൾ, സന്നിധാനത്ത് തിരക്ക് കൂടുമ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ കൂടെ ഭക്തജനങ്ങൾ പോകാതെ മറ്റ് ക്ഷേത്രത്തിന് പുറകിൽ ബെയിലി പാലം എന്ന് പറയുന്ന ഒരു പുതിയ പാലം പണി കഴിപ്പിച്ചുകൊണ്ട് അതിലൂടെ ഭക്തജനങ്ങളെ വിടാമെന്നും അതിലൂടെ അവിടുത്തെ തിരക്ക് കുറയ്ക്കാമെന്നും മാസ്റ്റർ പ്ലാനിൻ്റെ വിദഗ്ധമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ ബെയിലി പാലം പണിഞ്ഞു. അത് നാഗ്പൂരിൽ ആർക്കും വേണ്ടാതെ കിടന്ന ഒരു പാലം 75 ലക്ഷം രൂപ നാഗ്പൂരിൽ കൊടുത്തതിന് ശേഷം ആ ഇരുമ്പ് കഷണങ്ങൾ ശബരിമലയിൽ കൊണ്ടുവന്നതിന് ദേവസ്വം ബോർഡിന് ചിലവായത് 15 ലക്ഷം രൂപയാണ്. അവിടെ 70 ലക്ഷം രൂപ കൊടുത്തു, ഇവിടെ 15 ലക്ഷം രൂപ അത് കൊണ്ടുവന്നതിന് ചിലവാക്കി. ആ പാലം അവിടെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷം 2 സൈഡിൽ കൂടെയും ഭക്തജനങ്ങൾ പോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ മാസ്റ്റർ പ്ലാൻ ചെയ്തതെന്താ, അവിടെ സുഖകരമായി യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പാലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തി അപ്രോച്ച് റോഡുകൾ പണിഞ്ഞു. ഈ അപ്രോച്ച് റോഡുകൾ പണിഞ്ഞതിന് 2.5 കോടി രൂപയാണ് ദേവസ്വം ബോർഡിന് ചിലവ്. ഈ ബെയിലി പാലം ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. പക്ഷേ ആ പാലം ഇന്ന് ആരും തിരിഞ്ഞു നോക്കാതെ അനാഥമായി കിടക്കുന്ന സ്ഥിതി. അങ്ങനെ ലക്ഷ്യബോധമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ മാസ്റ്റർ പ്ലാൻ നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് വളരെ പ്രധാനമായി ഉന്നയിക്കുവാനുള്ളത്. അതുപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ കഴിഞ്ഞ അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഉദ്ഘാടനം ചെയ്തെങ്കിൽ തന്നെയും സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. 2 ടാങ്കുകൾ ഏതാണ്ട് ആയിട്ടുണ്ട്, അതിൻ്റെയും പണി പൂർത്തിയായിട്ടില്ല. 3 ടാങ്കുകളാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പ്ലാന്റ് ഇപ്പോഴും നിർജ്ജീവമായി കിടക്കുകയാണ്. അങ്ങനെ ലക്ഷ്യബോധമില്ലാത്ത പ്രവർത്തനങ്ങൾ ശബരിമല സീസൺ ആകുമ്പോൾ ഏതാണ്ടൊക്കെ പെട്ടെന്ന് കാണിച്ച് പൊതുജനങ്ങളെ സർക്കാരും മാസ്റ്റർ പ്ലാനും കൂടി ഏതാണ്ടൊക്കെ ചെയ്യുന്നു എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പ്രവർത്തനം. അത് ഏത് സർക്കാരായാലും അത്തരം നടപടികൾ ശരിയല്ല. ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെട്ട തരത്തിൽ നടത്തുവാനുള്ള ഒരു കഴിവ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. സീസൺ വരുമ്പോൾ എല്ലാവരും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കും. പക്ഷേ ഒന്നും നടക്കുന്നില്ല. അടുത്ത സീസൺ വരുമ്പോഴാണ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് പോരാ. ആ പ്രോഗ്രാം നിർത്തിക്കൊണ്ട് ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത 1 വർഷത്തിന് മുമ്പ് തന്നെ അവിടെ നടക്കേണ്ടുന്ന വികസന പ്രവർത്തനം നടത്തുവാൻ തയ്യാറാകണം. അത് നടക്കുന്നില്ല. ഇവിടെ വനപ്രദേശത്തിൻ്റെ കാര്യം പറഞ്ഞു, ഈ നിലയ്ക്കൽ ബേസ് ക്യാമ്പിൻ്റെ കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു. ഈ നിലയ്ക്കൽ ബേസ് ക്യാമ്പ് തുടങ്ങാനുള്ള സാഹചര്യം എന്താണ്? ഞാൻ ഒരു കാര്യം പറയാം. വളരെ പാടുപെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ പ്രാവശ്യം ഇരിക്കുന്ന സമയത്താണ് നിലയ്ക്കൽ വികസന പ്രവർത്തനത്തിന് വേണ്ടി 305 ഏക്കർ സ്ഥലത്തിനു പകരം ദേവസ്വം ബോർഡിനെ കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി അന്ന് തയ്യാറായത്. അന്ന് അവിടുത്തെ സർവീസ് സംഘടനകൾ അതിശക്തമായ സമരവും മറ്റു കാര്യങ്ങളും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഞങ്ങളെ വിളിച്ച് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പക്കല്ലിൽ പകരം വനഭൂമി കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് നിലയ്ക്കൽ അനുവദിച്ച സ്ഥലത്തിന് ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് നെറ്റ് പ്രസൻറ്റീവ് വാല്യൂ എന്ന നിലയിൽ ഏതാണ്ട് 8 കോടിയോളം രൂപ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നും സർക്കാർ അടപ്പിച്ചു. അതുപോലെ കമ്പക്കലിൽ പകരം അനുവദിച്ച വനഭൂമിയിൽ വനവൽക്കരണത്തിനായി 2 കോടിയോളം രൂപ സർക്കാർ ദേവസ്വം ബോർഡിനെ കൊണ്ട് അടപ്പിച്ചു. ഇതെല്ലാം മാസ്റ്റർ പ്ലാനിലും അതുപോലെ തന്നെ സർക്കാരിന്റെ സേവനങ്ങളുമായി ചെയ്യാണ്. സാമ്പത്തികമായ ഗുരുതരമായ നഷ്ടം വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. CK ഗുപ്തൻ, ലക്ഷ്യബോധമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ അതെല്ലാ കാലത്തും നടക്കുന്നു. പണം ഇങ്ങനെ ഒഴുകുക, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാവുക, ഇത് ഒരു വസ്തുതയല്ലേ? സീസൺ വരുമ്പോൾ മാത്രം ശബരിമലയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു അവസ്ഥ എല്ലാ സർക്കാരുകളുടെയും കാലത്തില്ലേ? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സീസൺ വരുമ്പോഴാണ് ഇങ്ങനൊരു അമ്പലം ഉണ്ടെന്നും ആ അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം നടത്തണമെന്നും അത് ഒരു മാഫിയ സംഘമാണ്. ഈ ബോംബെയിലൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു മാഫിയ സംഘമാണ് ഇവിടെ ശബരിമലയിൽ വർക്ക് ചെയ്യുന്നത്. അത് കുറച്ച് പെയിൻ്റ് അടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തി ഈ പൈസ 2 കോടി രൂപ 3 കോടി രൂപ തലേ ദിവസമാണ്. ഇപ്പോൾ സീസൺ തുടങ്ങുന്നത് മറ്റന്നാളാണെങ്കിൽ അതിനൊരു 3 ദിവസം മുമ്പാണ് ഇതുകൊണ്ട് ഈ പ്രപ്പോസൽ കൊണ്ട് വയ്ക്കുക.
ഈ പ്രപ്പോസലാണ് പിന്നെ അവിടെ 3 ദിവസം കൊണ്ട് ടെൻഡർ വിളിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ? ഇതുപോലെ ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വമായിട്ട്, ഇപ്പം ഞാനിരിക്കുമ്പോൾ അവിടെ അരവണ പ്രശ്നം ഉണ്ടാക്കി, മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഈ മനഃപൂർവ്വമായിട്ട് അവിടെ ഇത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു പുതിയ ബോർഡ് വന്നു. ഈ ബോർഡും ഇനി ഈ സീസണിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത സീസണിലാണ് എന്തെങ്കിലും ചെയ്യാൻ പോവുക. അടുത്ത സീസൺ ആകുമ്പോൾ വേറെ താല്പര്യങ്ങൾ, വേറെ പല ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓരോ തിരിച്ചു വരാം ശ്രീ സി ഗുപ്തൻ താങ്കളിലേക്ക്. ശ്രീ CR നീലകണ്ഠൻ, ഈ ശ്രീ ഷാജി ശർമ്മ പറഞ്ഞു നിർത്തിയത് ബെയിലി പാലത്തിന്റെ അടക്കമുള്ള ഉദാഹരണങ്ങൾ, ബെയിലി പാലത്തിൻ്റെത് കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ വാർത്തയായതാണ്. ബെയിലി പാലം വരുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാലം വന്നതെങ്കിൽ ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിൽ പോലും ബെയിലി പാലം കാലിയാണ്. അതുവഴി ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞ കണക്ക് 75 ലക്ഷത്തിന് അവിടെ നൂരിക്കൊണ്ടുവരിക, 15 ലക്ഷം ചിലവാക്കി ഇവിടെ ഘടിപ്പിക്കുക. ഇതൊക്കെ ചെയ്തിട്ടും വനത്തിന്റെ നടുവിലുള്ള ഒരു അമ്പലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടുള്ള ലക്ഷ്യബോധത്തോടെയും ദീർഘദൃഷ്ടിയോടെയുമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു കാര്യം ചെയ്തതിന് ശേഷമാണ് അറിയുക ഇത് വേണ്ടിയിരുന്നില്ല എന്ന്. സ്വാഭാവികമായും വനത്തിന് അതിൻ്റെതായുള്ള കേടുപാടുകൾ പറ്റുകയും ചെയ്യും. ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കിയതിൽ വേണ്ട രീതിയിലുള്ള ലക്ഷ്യബോധമില്ലായ്മയുണ്ട് എന്ന് ശ്രീ അജയ് തറയലിനെ പോലെയുള്ള ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അപ്പറയുന്നത് മുഴുവനായിട്ടും അദ്ദേഹം നെഗറ്റീവായല്ല അത് പറഞ്ഞതെങ്കിൽ പോലും നിർദ്ദേശങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കാട്ടിന്റെ നടുവിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിന് അതിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ലക്ഷ്യബോധമില്ലാതെ പോകുന്നത്? ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായില്ലേ സനീഷേ, മുമ്പ് ബോർഡ് ചെയർമാനായിരുന്നിട്ടുള്ള ആൾ അല്ലെങ്കിൽ അധ്യക്ഷനായിട്ടിരുന്നിട്ടുള്ള ആൾ, അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാവ്, പുതിയ വന്നിട്ടുള്ള ആൾ, ഇവരൊക്കെ പറയുന്ന എന്താ, അവിടുത്തെ എന്താ? ഇപ്പോൾ നേരത്തെ ഷാജി ശർമ്മ പറഞ്ഞ വളരെ രസകരമായൊരു കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ച അദ്ദേഹം പറഞ്ഞേ, എന്തിനാ താല്പര്യം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ്. അത് പാലം നിർമ്മിക്കലാവാം, പടികെട്ടലാവാം, ഫ്ലൈ ഓവർ നിർമ്മിക്കലാവാം, റോപ്പ് നിർമ്മിക്കലാവാം, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ്. യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും അടിയന്തരമായ ആവശ്യം ഉണ്ടായിരുന്നത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. കാരണം നേരത്തെ പറഞ്ഞു പമ്പ ഇത്രയും മോശമായി, ഇത്ര വർഷമായി, എനിക്കറിയാം കഴിഞ്ഞ ഒരു 15 വർഷമെങ്കിലുമായിട്ട് പമ്പയിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താൻ സഹകരിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം ഈ ആവശ്യം എത്ര കൊല്ലമായി കേരളത്തിൽ ഉണ്ടായിട്ട് എന്തേ ഇതുവരെ ചെയ്യാതിരുന്നത്. നമ്മുടെ മാസ്റ്റർ എന്ന് പറഞ്ഞ ഇതൊന്നും മാസ്റ്റർ പ്ലാൻ അല്ല സനീഷേ, ഇതൊക്കെ വെറും അവനവന് അപ്പമുള്ള താല്പര്യം അനുസരിച്ച്. ഇപ്പം നേരത്തെ ശ്രീ ഗുപ്തൻ തന്നെ പറഞ്ഞു, ഇത് അപ്പമുള്ള ചില താല്പര്യങ്ങൾ. അദ്ദേഹം മാഫിയ എന്ന പദം ഉപയോഗിച്ചു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. കാരണം എന്താ വെച്ചാൽ വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾ. അപ്പോൾ വനമല്ല പ്രശ്നം. ഇപ്പം നിലയ്ക്കലിൻ്റെ പ്രശ്നം വന്നു. ഒരു കാര്യം ശരിയാണ്, നിലയ്ക്കൽ എന്തിനാണ് ക്യാമ്പ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് അവിടുത്തെ പഴയ പ്രസിഡന്റും എല്ലാവരും ചോദിക്കുക എന്തിനാണ് ക്യാമ്പ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ എന്തോ ആരുടെ ആവശ്യത്തിനാണ് നിലയ്ക്കൽ ക്യാമ്പ് ഉണ്ടാക്കിയത്? ഒരു കാര്യം ഞാൻ ഇതൊക്കെ പറയുമ്പോഴും പറയാട്ടോ, ഞാൻ നിലയ്ക്കൽ ക്യാമ്പിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ശബരിമലയിലേക്ക് ഒരേ സമയം പോകാവുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണം വേണം എന്ന് നമുക്ക് കഴിഞ്ഞ തവണ അവിടെ പുല്ലുമേടിലുണ്ടായ ദുരന്തത്തിൽ അനുസരിച്ച് നമുക്കറിയാൻ പറ്റും. അന്ന് ഇത്രയധികം ആളുകൾ ഒന്നിച്ച് നിൽക്കാൻ അവിടെ കഴിയുമോ? ക്യാരിയിങ് കപ്പാസിറ്റി ശബരിമലയ്ക്കുണ്ടോ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി പഠിക്കണം. എത്ര ആളുകൾക്ക് അവിടെ വരാൻ പറ്റും, അതിനെന്തൊക്കെ സൗകര്യങ്ങൾ വേണം, എങ്ങനെ യാത്ര, എങ്ങനെ വരുന്നത്, എങ്ങനെ പോകുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെ, ഇത് വനവുമായി എങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, ഇതൊക്കെ പരിഗണിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ആണ് വേണ്ടത്. അതായിരുന്നു വേണ്ടത്. ശ്രീ അജയ് തറയിൽ, അങ്ങനെ ഈ പറയുന്നതിൻ്റെ എല്ലാം താങ്കൾ മൃദുവായിട്ടാണെങ്കിലും വിമർശിക്കുന്ന ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദീർഘദൃഷ്ടിയോടെ അല്ല കാര്യങ്ങളെ കാണുന്നത്. ഇതുപോലുള്ള സീസൺ തുടക്കത്തിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നു, ഇങ്ങനെ ആകുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന സ്വയം വിമർശനങ്ങൾ വരുന്നു. എന്തുകൊണ്ടാകണം ഇത് പൂർണ്ണമായിട്ട് ഇത്ര പ്രധാനപ്പെട്ടൊരു തീർത്ഥാടക കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനിലേക്ക്, യഥാർത്ഥത്തിൽ മാസ്റ്റർ ആയിട്ടുള്ള ഒരു പ്ലാനിലേക്ക് കാര്യങ്ങൾ പോകാത്തത്? അല്ല, ഇതിന് മുമ്പ് നടന്ന സംഭവങ്ങളെ കുറിച്ചോ ഒന്നും എനിക്ക് അറിയില്ല, അതിനെക്കുറിച്ച് പ്രതിപാദിക്കാനായില്ല. ഈ മാസ്റ്റർ പ്ലാനിൽ ഞാൻ ബേസിക് ആയി നോക്കിയതിനെ കുറിച്ച് ആണ് പറഞ്ഞത്. ബേസ് ക്യാമ്പ് നിലയ്ക്കൽ വന്നത് നല്ലൊരു കാര്യമാണ്. ആ ക്യാമ്പ് ഇന്ന് എന്നത്തെക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയി
അവിടെ ഞങ്ങള് ടൈല് വരെ ഇട്ട് ബ്ലോക്ക് വരെ ഇട്ട് നന്നായി കഴിഞ്ഞു. അത് വേണം. പക്ഷെ അവിടെ നിന്ന് ശബരിമലയിലേക്ക് ആളെ ഞങ്ങൾ എണ്ണിയേ വിടുകയുള്ളൂ. ആ തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിനെ കുറിച്ച് യാതൊരു യോജിപ്പുമില്ല. ശബരിമല ദർശനത്തിന് വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ വരാൻ സൗകര്യമൊരുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് കാട് വെട്ടിത്തള്ളിക്കണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് കേരളത്തിലെ ഏറ്റവും തിക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വനങ്ങളാണ്. ലാഹ കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു മനുഷ്യനും താമസിക്കുന്നില്ല ഇവിടെ. 30-40 കിലോമീറ്റർ വണ്ടി ഓടുമ്പോൾ കൊമേഴ്സ്യലായ ഈ ശബരിമല തീർത്ഥാടന കാലത്തുണ്ടാകുന്ന കെട്ടിടങ്ങളല്ലാതെ ആരും താമസിക്കുന്നില്ല. നേരെ മറിച്ച് കേരളത്തിലെ മറ്റ് ഫോറസ്റ്റുകളോ, അപ്പോൾ ഏറ്റവും തിക്ക് ഫോറസ്റ്റ് ആയിരിക്കുന്ന സ്ഥലം, ഇവിടെ കടുവ ഏറ്റവും കൂടുതലുള്ള സ്ഥലം, കരടിയടക്കം, പുലിയടക്കം, ആനയടക്കം എല്ലാ വന്യമൃഗങ്ങളുമുള്ള ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും തിക്കായ സ്ഥലം ശബരിമല പൂങ്കാവനമാണ്. ആ പൂങ്കാവനം അങ്ങനെ വന്നത് മറ്റാരും കയ്യേറാതെ ഇരിക്കത്തക്ക രീതിയിൽ ശ്രീ സ്വാമി അയ്യപ്പന്റെ പൂങ്കാവനമായത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് സ്വാമി അയ്യപ്പന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു ബാധ്യതയാണ്. തീർച്ചയായും വളരെ വളരെ നന്ദി ശ്രീ അജയ് തറയിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ ഷാജി ശർമ്മ, ഇത്തവണത്തെ അടക്കമുള്ള ഈ സീസണിലേതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള തയ്യാറെടുക്കലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? എല്ലാ കാലത്തും ഈ പരിമിതികളെക്കുറിച്ച്, ഇല്ലായ്മകളെക്കുറിച്ച്, വേണ്ട രീതിയിലുള്ള തയ്യാറെടുക്കലുകൾ ഇല്ലാത്തതിനെക്കുറിച്ച് ചർച്ചകളാണ്. ഇത്തവണയെങ്കിലും ആ തീർത്ഥാടന കാലം സുഗമമായി മുന്നോട്ട് പോകും എന്നതിന് തെളിവുകളുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പ്രധാനമായി പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഈ വനഭൂമിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പറയുക, ഇപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു സംശയം, ഈ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ശബരിമല, നിലയ്ക്കൽ അതുപോലെയുള്ള സ്ഥലങ്ങൾ പ്രത്യേക ഒരു ട്രസ്റ്റാക്കി ദേവസ്വം ബോർഡിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോകാൻ ഈ മാസ്റ്റർ പ്ലാനിൻ്റെ നേതാക്കന്മാർക്ക് വല്ല താല്പര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഒരു കാര്യം ഞാൻ കാണിക്കാം. ശബരിമലയിൽ 2014 മെയ് മാസം 14-ാം തീയതി, 2013 മെയ് മാസം 14-ാം തീയതി നിലയ്ക്കലുള്ള 305 ഏക്കർ സ്ഥലം, ഫാമിംഗ് കോർപ്പറേഷന്റെ വക സ്ഥലം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥലം 5 ഏക്കർ വീതം അന്യ സംസ്ഥാനത്തിന് വീതിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. അങ്ങനെ ആദ്യം വീതിച്ചു കൊടുത്ത 5 ഏക്കർ സ്ഥലത്തിന്റെ രേഖയായത്. അതായത് കർണാടകയിലെ സർക്കാരും ഇവിടുത്തെ സർക്കാരും തമ്മിൽ എഗ്രിമെന്റ് ഒപ്പിട്ട, ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ബോർഡ് സെക്രട്ടറിയും അവിടുത്തെ ചീഫ് കമ്മീഷണറുമായിട്ട് ഒപ്പിട്ട എഗ്രിമെന്റിന്റെ കോപ്പിയായത്. അവിടെ ഒരു ഇഞ്ച് സ്ഥലം പോലും അന്യ സംസ്ഥാനത്തിന് കൊടുക്കുവാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിനിടയിൽ ഉപവാസം നടത്തി. അതുപോലെ തന്നെ നിലയ്ക്കൽ പോയി ഞങ്ങൾ അവിടെ മനുഷ്യ ചങ്ങല തീർത്തു. ഞങ്ങളുടെ സംഘല ഞങ്ങൾ കോടതിയെ സമീപിച്ചു. അവിടെ കർണാടക സർക്കാർ ഇവിടെ വന്ന് ശിലാസ്ഥാപനം നടത്തി. അവിടെ അവരുടെ പുതിയ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റെയും അന്നത്തെ മെമ്പർമാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവിടെ ശിലാസ്ഥാപനം നടത്തിയത്. അതിനെ അതിശക്തമായി ഞങ്ങളുടെ സംഘടനയും ഞങ്ങളും ഒക്കെ എതിർത്തതിൻ്റെ ഫലമായി അവർക്കവിടെ കെട്ടിടം പണിയുവാൻ കഴിയുന്നില്ല. കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ നിർത്തിവെച്ച് അങ്ങനെ അന്യ സംസ്ഥാനത്തിന് കൊടുക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വിരോധം. അന്യ സംസ്ഥാനത്ത് ഇവിടെ സൂചിപ്പിച്ചു, അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആന്ധ്ര, കർണാടക, ചെന്നൈ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളുടെ സംഭാവനയാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. ഇങ്ങനെ അന്യ സംസ്ഥാനത്തിന് 5 ഏക്കർ വീതം നിലയ്ക്കൽ അനുവദിച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഇനി ശബരിമലയിൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു, അവിടെ അക്കോമഡേഷൻ, ഭക്തജനങ്ങൾ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ കോടികൾ ചിലവഴിച്ച് ദേവസ്വം ബോർഡ് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഈ അന്യ സംസ്ഥാനത്തെ ഭക്തജനങ്ങൾ അവിടെ വന്ന് റൂം വാടകയ്ക്കെടുത്ത് താമസിച്ച് അത്തരത്തിലുള്ള വരുമാനം, അവിടുന്ന് ആഹാരം കഴിക്കുന്നതിനുള്ള വരുമാനം, അവിടെ നടത്തുന്ന മറ്റു ചെലവുകൾ, അവിടുത്തെ പർച്ചേസിങ്, ഇതൊക്കെ തന്നെ അന്യ സംസ്ഥാനത്തിന് കൊടുത്താൽ നിലയ്ക്കൽ അവർ മതിൽ കെട്ടി, അവരുടെ 5 ഏക്കർ കെട്ടിടം മതിൽ കെട്ടി തിരിച്ച് അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിഞ്ഞ് അവിടെ കർണാടകയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ തന്നെ താമസിച്ച് അവരുടെ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്ത് അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഒക്കെ തന്നെ അവിടെ പണിഞ്ഞ് അവരുടെ ഒരു പ്രത്യേക കേന്ദ്രമായി മാറ്റുമ്പോൾ ശബരിമലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനങ്ങളില്ലാതാകും. ഈ സ്ഥാപനം നശിക്കും. ഇതിനുവേണ്ടി കൂട്ടുനിൽക്കുന്ന ആരാ? മാസ്റ്റർ പ്ലാനിന്റെ ഉദ്യോഗസ്ഥ മേധാവികളാണ്. ആ നിയമം മാറ്റിയേ മതിയാവൂ. യാതൊരു കാരണവശാലും 5 ഏക്കർ സ്ഥലം അന്യ സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ
ഭാവിയിൽ ശബരിമലയുടെ വരുമാനം ഇല്ലായ്മ ചാവും. ദേവസ്വം ബോർഡ് തീർച്ചയായും ഞാൻ തിരിച്ചു ജീവനക്കാർക്ക് കിട്ടുന്ന വരാം. വളരെ വളരെ നന്ദി ശ്രീ ഷാജി ശർമ്മ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ CK ഗുപ്തൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇത്തരത്തിൽ ഭാവിയില്ലാത്ത പരിപാടികൾ, ഭാവിയെ നോക്കിയിട്ടല്ലാതെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നു. അത് ഏത് നിലക്ക് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള മുൻപിൻ നോട്ടവുമില്ല. എന്ത് ചെയ്തിട്ട് വേണം ശബരിമലയിലെ കാര്യങ്ങൾ സുരക്ഷിതമായി പഴുതുകളില്ലാതെ നടപ്പാക്കാൻ? ഞാനൊരു കാര്യം പറയാം. 1950 ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അട്ടിമുട്ടി മാറ്റണം. 1. 2, ഈ ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ, അവരൊരു വിളക്ക് കത്തിക്കാൻ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം വേണം എന്തെങ്കിലും ചെയ്യാൻ. ഇവിടെ ദേവസ്വം ബോർഡിലെ പ്രസിഡൻറ്റിനോ മെമ്പർമാർക്കോ എന്തും അനുകൂലമായിട്ട് ആ അമ്പലത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ല. ആ രീതിയിലുള്ള ഇടപെടലുകൾ സുപ്രീം കോടതി. ശ്രീ ഗുപ്തൻ, ഈ ഭരണസമിതി എടുക്കുന്ന നിലപാടുകൾ മുൻപിൻ നോട്ടമില്ലാത്തതിനാൽ അതിനെ ഭാവി തകർക്കുന്നതാണ്. സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ശബരിമലയുടെ ഭാവിയെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. കോടതിയുടെ ഇടപെടലുകളെങ്കിലും ഇല്ല എങ്കിൽ, അവരുടെ മേൽനോട്ടമെങ്കിലും ഇല്ലെങ്കിൽ ഇതേക്കാൾ കുഴപ്പം പിടിച്ചതായിരിക്കില്ലേ അവസ്ഥ? അപ്പോൾ കോടതിയാണോ വലിയ കാര്യം? ഹൈക്കോടതിയും സുപ്രീം കോടതിയാണ്. അല്ലാതെ പ്രസിഡന്റും മെമ്പർമാർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ ഇവിടുത്തെ സമൂഹത്തിനോട്? ഇവിടുത്തെ സമൂഹം എന്ന് പറയുന്ന സമൂഹത്തിനാണ്. ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജഡ്ജിമാർ അവരെ കെട്ടിയിറക്കിയവരാണ്. ഞാൻ അവരെ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ട്രാൻസ്ഫറോ ഒരു ഇതോ എന്തെങ്കിലും ഈ അമ്പലത്തിനോ എന്തിനോ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് റിട്ടയർ ചെയ്ത് 15 വർഷം കഴിഞ്ഞ ഒരു സുപ്രീം കോടതി ജഡ്ജിയാണ് അവിടെ മറ്റേ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇരുന്ന് ഇത് മുഴുവനും ഹൈക്കോടതി ജഡ്ജിമാരെ ടെലിഫോൺ ചെയ്ത് പറഞ്ഞ് നിയന്ത്രിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരു ജസ്റ്റിസ് ഞാൻ പേര് പറയാൻ എനിക്ക് വിഷമമുണ്ട്, ജസ്റ്റിസ് പരിപൂർണൻ. അവിടെ ഒരു മേശാന്തിയെ നിയമിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ സുപ്രീം കോടതി ജഡ്ജിയുടെ അനുവാദം, സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത ആളുടെ അനുവാദം വേണം. അയാളുടെ ജൂനിയേഴ്സായിട്ടുള്ള ഈ ഷാജി ശർമ്മയെ അവിടെ കയറ്റി നിർത്തിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞ അയാൾക്ക് എന്ത് അധികാരം? ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് എന്ത് അധികാരം? ഇത് ഞാൻ ഉള്ളപ്പോൾ ആ അമ്പലവും ആ അമ്പല പരിസരവും പമ്പ ഉൾപ്പെടെയുള്ളത് പരിശുദ്ധമാക്കാൻ എനിക്ക് മാക്സിമം എനിക്ക് ചെയ്താക്കുള്ളതല്ല. എനിക്ക് വേറെ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അത് ഞാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആവുന്നത് ഞാൻ ശ്രമിച്ചു. തീർച്ചയായും ഞാൻ ഇടപെടുകയാണ്. ശ്രീ CK ഗുപ്തൻ, ശ്രീ CR നീലകണ്ഠൻ, ചർച്ച അവസാനിപ്പിക്കാം. നമുക്ക് ആളുകൾ ആവുന്നത് ശ്രമിക്കുന്നുണ്ട്. അതിപ്പോൾ CK ഗുപ്തനാണെങ്കിലും അജയ് തറയിലാണെങ്കിലും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട് എന്നതാണ് അവരുടെ വാദം. തീർച്ചയായിട്ടും തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഷാജി ശർമ്മ പറഞ്ഞതിൽ എനിക്ക് വളരെ വലുതൊരു കാര്യം തോന്നി. ശബരിമലയിൽ വരുമാനം എന്ന് പറയുന്നത് ശബരിമലയിൽ ആളുകൾ കൊണ്ടുവന്ന് അവിടെ കച്ചവടം നടത്തുന്ന വരുമാനത്തെക്കുറിച്ചാണോ പറയുന്നത്? ശബരിമല അമ്പലത്തിലെ വരുമാനത്തിനൊന്നും ഒരു കുറവുണ്ടാവില്ല. അവർ അമ്പലത്തിലേക്ക് വഴിപാട് കൊണ്ടുവന്നത് നിലയ്ക്കൽ താമസിച്ച് വന്നാലൊക്കെ അവർ കൊണ്ടുവന്നിടും. ആകെ പ്രശ്നം എന്താ? അവർ സന്നിധാനത്തിൽ താമസിച്ച് സന്നിധാനത്തിൽ ഭക്ഷണം കഴിച്ച് സന്നിധാനത്തിൽ അവിടെയാണ് പ്രശ്നം. ആ വരുമാനം ഈ കേരളത്തിൽ കിട്ടണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്കതിനോട് യോജിപ്പില്ലാതെ വരുന്നത്. അങ്ങനെ വേണ്ടി വരുമ്പോൾ എത്ര തിരക്ക് കൂടിയാലും മതി. ഞാൻ പറഞ്ഞ ഇത്തരം പലതരം, ഞാൻ ആരെയും വിമർശിക്കുന്ന താല്പര്യങ്ങൾ വരുന്നു. ഇപ്പം നേരത്തെ കോടതിയുടെ കാര്യം പറഞ്ഞു. എപ്പോഴാണ് കോടതി ഇടപെട്ടിട്ടുള്ളത്? സഹിക്ക വയ്യാതെ വരുന്ന സമയത്ത് ഞാൻ പരിപൂർണനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ കോടതികൾ ഇടപെട്ടിട്ടുള്ളത് വളരെ അസഹനീയമായ അവസ്ഥ ഉണ്ടാകുമ്പോഴല്ലേ. കോടതി ഇടപെടലിന്റെ ഫലമായിട്ടല്ലേ ഇപ്പൊ ജയകുമാർ കമ്മിറ്റി അടക്കമുള്ള കമ്മിറ്റികളൊക്കെ ഉണ്ടായത്. തൽക്കാലം അരവണയുടെ വിഷയത്തിൽ നിരവധി കാര്യങ്ങളിൽ അതിനകത്ത് തർക്കങ്ങളാവാം, പക്ഷേ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹിക്ക വയ്യാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് സാർ അതുകൊണ്ടല്ല. അപ്പൊ പ്രശ്നമുണ്ടാകുന്നത് കോടതി ഇടപെടുന്നത് തെറ്റാണെന്ന് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ CR നീലകണ്ഠൻ, ശ്രീ CK ഗുപ്തൻ, ശ്രീ അജയ് തറയിൽ, ശ്രീ R ഷാജി ശർമ്മ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും എന്ന പോലെ ശബരിമല സംബന്ധിച്ചുണ്ട്. അതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന് പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം വേണം. വനത്തെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ കൂടെ പരിഗണിക്കുന്നു. ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്ന പദ്ധതികളാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് അജയ് തറയിൽ നേരത്തെ പ്രകടിപ്പിച്ചത്. അതാണ് ഈ ചർച്ചയ്ക്ക് ആധാരം. വളരെ നന്ദി അതിഥികൾക്ക്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.